JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കന്നിമാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള, അതായത് സെപ്റ്റംബർ 17 മുതൽ 23-ാം തീയതി വരെയുള്ള വാരഫലമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മേടം രാശിക്കൂർ മുതൽ കന്നി രാശിക്കൂർ വരെയുള്ള 6 രാശിയുടെ ഫലം. മേടം രാശിക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദം, അതാണല്ലോ മേടം രാശിക്കൂർ. മേടൻ രാശിക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് സൂര്യൻ. അപ്പം സമ്പത്തും വിജയവും പ്രശസ്തിയും നൽകുന്നതോടൊപ്പം രോഗവും ദുഃഖവും ഇല്ലാതാക്കുകയും അഥവാ ശമിക്കുകയും ശത്രുക്കൾ പരാജയപ്പെടുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഫലം. സ്വാഭാവികമായി ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു വിഷയങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറി വളരെ നല്ല ഒരവസ്ഥ ഉണ്ടാക്കിത്തരുന്ന ഒരു കാര്യമാണ് 6-ലെ ആദിത്യം. 3-ലെ ചൊവ്വ ആത്മവിശ്വാസവും എന്തിനേയും നേരിടാനുള്ള ശക്തിയും നൽകുന്ന ഒരു ഗ്രഹമാണ്. സഹോദരങ്ങൾക്ക് 3-ലെ ചൊവ്വ അനുകൂല സമയമല്ല. സുഹൃത്തുക്കളിൽ നിന്നും സമീപവാസികളിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകും. 18-ാം തീയതി വരെ 10-ാം ഭാവത്തിലും പിന്നീട് 11-ലും ചൊവ്വ അംശകം ചെയ്ത് നിൽക്കുന്നത് സ്വന്തമായ പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്ന വിജയത്തെയും കർമ്മരംഗത്തെ ഉയർച്ചയെയും അതുമൂലമുള്ള സാമ്പത്തികമായ ധനാഗമന മാർഗത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് ചൊവ്വ. 5-ലെ ബുധൻ വിദ്യാഭ്യാസ സംബന്ധമായി ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്യും. സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകും. 5-ാം ഭാവം സന്താനങ്ങളെയും മനസ്സിനെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം മനസ്സിന് സന്തോഷമുണ്ടാവും, സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ പ്രയോജനമുണ്ടാകും. അതുപോലെ തന്നെ സഹപാഠികളോടും കുടുംബത്തിലെ മറ്റുള്ളവരോടും ആവശ്യമില്ലാതെ ചിലപ്പോൾ ചില കലഹങ്ങളൊക്കെ ഉണ്ടായെന്നും വരാം. വ്യാഴം 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ധനത്തിനും കുടുംബത്തിനും ഐശ്വര്യത്തെ നൽകുന്ന ഒരു കാര്യമാണ്. വാക്കു പാലിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചിങ്ങത്തിൽ 5-ൽ അംശകം ചെയ്യുന്നത് വ്യാഴം ചിങ്ങൻ രാശിയിലാണ് അംശകം ചെയ്തിരിക്കുന്നത്. അത് 5-ാം ഭാവമാണ്. അത് മനസ്സിന് സന്തോഷവും അതുപോലെ തന്നെ ആത്മീയ ചിന്തയും ഈശ്വരീയ താല്പര്യവും അതുപോലെ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തീർത്ഥയാത്രകളൊക്കെ നടത്താൻ സാധിക്കുന്ന ഒരവസരവും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനെല്ലാം തന്നെ 5-ാം ഭാവത്തിൽ അംശകം ചെയ്ത് നിൽക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം 5-ാം ഭാവം മനസ്സാണ്. മനസ്സിലൊരു ആത്മീയ ചിന്തയൊക്കെ കൂടുതൽ ഉണ്ടാകാം. അതുപോലെ തന്നെ 5-ാം ഭാവം സന്താനങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ നല്ല കാര്യമാണ്. ബുധൻ 23-ന് കന്നിരാശിയിൽ പ്രവേശിക്കും. അപ്പോൾ കാര്യജയവും സൗഭാഗ്യവും ഉയർച്ചയും വരുന്ന ഒരു സമയത്തെ സൂചിപ്പിക്കുന്നതാണ് 23-ാം തീയതി കന്നിരാശി ഉച്ചരാശിയാണ്. അവിടെയൊക്കെ ബുധൻ്റെ ഒരു മാറ്റം. ശുക്രൻ്റെ സ്ഥിതി നോക്കുമ്പോൾ ആഴ്ചയുടെ തുടക്കം അത്ര മെച്ചമല്ലാതെ നിൽക്കും. കാരണം 18-ാം തീയതി നീചത്തിൽ നിന്നും മാറി സ്വക്ഷേത്രം പ്രാപിക്കുന്ന ഒരവസ്ഥയാണ് ശുക്രനുള്ളത്. അപ്പോൾ സ്ത്രീകൾക്കുണ്ടായിരുന്ന വിഷമതയ്ക്കും പ്രയാസങ്ങൾക്കും അതുപോലെ തന്നെ ചില വൈകാരിക വിഷയങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവുകയും ശനി 11-ൽ നിൽക്കുന്നത് നല്ല ഫലം തരുമെങ്കിലും ജന്മരാശിയിൽ അംശകം ചെയ്ത് നിൽക്കുന്നത് അത്ര മെച്ചമുള്ള ഒരു കാര്യമാണ്. കാരണം 11-ാം ഭാവത്തിലാണ് ശനിയെങ്കിലും മേടം രാശിയിലാണ് ശനി അംശകം ചെയ്ത് നിൽക്കുന്നത്. മേടം രാശി ശനിയുടെ നീചരാശിയാണ്. അപ്പോൾ അത് അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ശനിയെ കൊണ്ടില്ല. എന്നാൽ ശുക്രൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും സുഖസൗകര്യങ്ങളുമൊക്കെ ഉണ്ടാക്കിത്തരുന്ന ഒരു കാര്യമാണ്. കാരണം തുടക്കത്തിൽ മെച്ചമല്ലെങ്കിലും നീചരാശിയാണെങ്കിലും ആ നീചം മാറി സ്വക്ഷേത്രത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച പ്രയോജനങ്ങൾ, സ്ത്രീകൾ മൂലം ധനലാഭം, സുഖം, സൗകര്യം, അതുപോലെ തന്നെ ഭൗതിക സുഖത്തിനും ഉള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകുക, ഇങ്ങനെ പല കാര്യങ്ങളിലും സ്ത്രീകൾക്ക് ഇച്ചിരി മോശമായിരുന്ന അവസ്ഥയൊക്കെ മാറി കുറച്ചുകൂടെയൊക്കെ നല്ല ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. പിന്നെ ശനിയെ സംബന്ധിച്ച് പറയുമ്പം ആരോഗ്യ പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഓർമ്മക്കുറവൊക്കെ ഉണ്ടാകാം. 18, 19, 23 തീയതികൾ മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര മെച്ചമല്ല. ഇടവൻ രാശിക്കൂറിലേക്ക് പോകുമ്പോൾ ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളിൽ ചേരുന്നതാണ് ഇടവക്കൂർ. അപ്പോൾ 5-ാം ഭാവത്തിലാണ് ഇടവക്കൂറിൽ സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര മെച്ചമുള്ള അനുഭവങ്ങളൊന്നും തരികയില്ല.
മറ്റുള്ളവരുടെ ശത്രുതാ മനോഭാവവും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളും, 5-ാം ഭാവം മനസ്സാണ്, ചില മാനസിക പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആദിത്യൻ്റെ സ്ഥിതി. 2-ലെ ചൊവ്വ സാമ്പത്തിക ബുദ്ധിമുട്ടും ചില സന്ദർഭങ്ങളിൽ മുഷിഞ്ഞ് സംസാരിക്കേണ്ട ഒരവസ്ഥയും പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്ത സാഹചര്യവും ഒക്കെ ഉണ്ടാകും. കർമ്മരംഗത്തും അത്ര വലിയ മെച്ചമൊന്നും ഇടവൻ രാശിക്കൂറുകാർക്ക് അങ്ങനെ വരുന്നില്ല. 4-ലെ ബുധൻ ധനലാഭവും ബന്ധുക്കളുടെ സഹായവും കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി സഹകരണ മനോഭാവത്തോടെ സഹകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ബുധൻ നൽകും. 4-ാം ഭാവത്തിലെ ബുധൻ അത്തരത്തിലുള്ള ചില ഗുണങ്ങളൊക്കെ നൽകുകയും ചെയ്യും. സഹപാഠികളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, കുടുംബത്തിലെ ബന്ധുക്കാരിൽ നിന്നുമൊക്കെയുള്ള ഒരു സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ ചില സാമ്പത്തിക സഹായങ്ങളോ മറ്റ് സഹായങ്ങളോ ഒക്കെ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ആരോഗ്യ സംബന്ധമായ വിഷമതകൾ വ്യാഴം ജന്മരാശിയിൽ ഉണ്ടായിരുന്നവർക്ക് അതിനൊരു മാറ്റം വരും. കാരണം നേരത്തെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വ്യാഴം ജന്മരാശി ഇടവൻ രാശിയിൽ നിൽക്കുന്നത് പൊതുവെ ശാരീരികമായിട്ട് ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ ഒരു നല്ല കാര്യമാണ്. ഈശ്വരാധീനം മൂലം മറ്റുള്ളവരുടെ സഹായം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനും സാധിക്കും. കാരണം ജന്മത്തിലെ വ്യാഴമാണ്. അത് സാമ്പത്തിക പ്രശ്നം, സ്ഥാനയല്ലും, അഭിപ്രായ ഭിന്നത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിന് പ്രയാസമുണ്ടാക്കുകയും ചെയ്യും. 6-ൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ശത്രുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങളും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളും പല കാര്യത്തിലും ഒരു സുഖക്കുറവും ഒരു സന്തോഷക്കുറവുമൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം ഈ ആഴ്ച ഇടവൻ രാശിക്കൂറുകാർക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരും. ചെയ്യുന്ന ജോലിക്ക് തക്ക പ്രതിഫലം ഇവർക്ക് ലഭിക്കില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സ്ത്രീ സംബന്ധമായി പല എതിർപ്പുകളും വരും. അപവാദങ്ങൾക്ക് ചിലപ്പോൾ പാത്രമായെന്നിരിക്കും. കണ്ടകശനി അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, എന്നാലും തൊഴിൽപരമായ ഒരു നിർജീവാവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ശനി നിൽക്കുന്നത് മൂലക്ഷേത്ര രാശിയിലായതുകൊണ്ടും ശനിയെ സംബന്ധിച്ച് 10-ാം ഭാവത്തിൽ അത്ര വലിയ വിഷയമൊന്നും വന്നുകൂടാത്തതാണ്. പക്ഷേ മേടൻ രാശിയിൽ അംശം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ആണ് ഈ ഒരു കർമ്മരംഗത്തെ ആ ഒരു പുരോഗതിക്ക് തടസ്സമായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഉദ്ദേശിച്ച പ്രതിഫലം അല്ലെങ്കിൽ ലാഭമൊന്നും കർമ്മരംഗത്തൊന്നും പ്രതീക്ഷിക്കാൻ ഇല്ലാത്ത ഒരു ആഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആദിത്യൻ്റെ ദോഷത്തിന് ശിവക്ഷേത്രത്തിലും അതുപോലെ ദേവീക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തുകയും വഴിപാട് നടത്തുകയും ചെയ്യുന്നത് ദോഷശാന്തി ഉണ്ടാവുകയും ഈ ആഴ്ച ഒരു നല്ല ആഴ്ചയായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് മിഥുനം രാശിയിലേക്ക് പോകാം. മിഥുനം രാശിക്കൂറുകാർ എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ 1-2-3 പാദങ്ങളും ചേരുന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് 4-ലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ സുഖക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും വീട്ടിൽ ചില അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം, അതുപോലെ തന്നെ മാതാവിന് ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അത്ര ഒരു നല്ല ആഴ്ചയല്ല എന്നുള്ളതാണ്. ജന്മരാശിയിൽ നിൽക്കുന്ന ചൊവ്വായ്ക്ക് തട്ടമുട്ട വീഴ്ച, അപകട സാധ്യത ഇങ്ങനെയൊക്കെ ഉള്ളതിനെ സൂചിപ്പിക്കുന്നുണ്ട്. 3-ലെ ബുധൻ അധികാരികളിൽ നിന്ന് കൂടുതൽ സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ബഹുജന സഹായത്തിലും പരിമിതി ഉണ്ടാകുന്നു എന്നാണ്. ബുദ്ധിപരമായി ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണഫലം ചിലപ്പോൾ ലഭിക്കാതെയും വരും. കർമാധിപനായ വ്യാഴം 12-ൽ നിൽക്കുന്നതിനാൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എത്ര കഷ്ടപ്പെട്ട് നിറവേറ്റിയാലും എങ്ങനെയൊക്കെ ചെയ്താലും അതിന് തക്ക ഒരു അംഗീകാരമോ ഫലമോ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം 12-ലെ വ്യാഴം നൽകുന്നുണ്ട്. അതുപോലെ 3-ൽ വ്യാഴം അംശവും ചെയ്ത് നിൽക്കുന്നു. അതും അത്ര മെച്ചമല്ല. കാര്യനാശവും സ്ഥാനചലനവും അധിക ചിലവും ധനനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആഴ്ചയാണ് 1-ാം തീയതി മുതൽ, കന്നിമാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ദിവസം. എന്നാലും 17-ാം തീയതി കഴിഞ്ഞ് വരുന്ന ശുക്രൻ, അത് സ്ത്രീകൾ മൂലം നല്ല ഗുണം ലഭിക്കും. സ്ത്രീകളിൽ നിന്ന് അനുകൂലമായ ഒരു സാഹചര്യം, അതുപോലെ തന്നെ സ്ത്രീ സുഖം, പുത്രലാഭം, ധനലാഭം, മനസ്സിന് സുഖം, ഭക്ഷണസുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശുക്രൻ നൽകും. ആദ്യത്തെ 17-ാം തീയതി ആദ്യത്തെ ദിവസമാണ് അത്ര മെച്ചമല്ലാത്ത. 18-ാം തീയതിയാണ് ശുക്രൻ അതിൻ്റേതായ സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെ 22, 23 തീയതികൾ അത്ര നല്ല ദിവസങ്ങളായിരിക്കില്ല. സ്ഥാനത്താണല്ലോ ശനി നിൽക്കുന്നത്. ശനി നിൽക്കുന്നത് മൂലക്ഷേത്രമായതിനാൽ
അല്പം ഗുണമൊക്കെ ലഭിക്കും. എന്നാൽ 10ാം ഭാവത്തിൽ രാഹു വരുന്നത് കർമ്മദോഷത്തെയും തടസ്സത്തെയും കാലിന് പ്രശ്നം വരാവുന്ന ചില സൂചനയും ഒക്കെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച വിഷ്ണു ഭഗവാനെയും മഹാദേവനെയും പ്രാർത്ഥിക്കുകയും വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലും ശിവൻ്റെ ക്ഷേത്രത്തിലുമൊക്കെ ആരാധന നടത്തുകയൊക്കെ ചെയ്യുന്നത് ദോഷത്തിന് കുറവ് വരാനും ഒരു നല്ല ആഴ്ചയായി നിലനിൽക്കാനുമൊക്കെ സാധിക്കും. ഇനി കർക്കിടകക്കൂറിലേക്ക് പോകുമ്പോൾ, കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ പുണർന്ന 4ാം പാദം, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. അപ്പോൾ കന്നിമാസം നോക്കുമ്പോൾ 3ലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ 3ൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ സ്ഥാനപ്രാപ്തിയും പുരോഗതിയും സർക്കാർ തലത്തിലുള്ള മേന്മയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസവും സാമ്പത്തിക ലാഭവും അതുപോലെ അകന്നു നിൽക്കുന്നവരെ അടുപ്പം കാണിക്കുകയും ചുറ്റുപാടുമുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്യും. പാപഗ്രഹങ്ങൾ 3, 6, 11 നിൽക്കുമ്പോൾ നല്ല ഫലമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൂര്യൻ 3ാം ഭാവത്തിൽ നിൽക്കുന്നത് പല കാര്യങ്ങളിലും നല്ല കാര്യമാണ്. കാരണം പരിസരം, സുഹൃത്തുക്കൾ, അയൽവാസികൾ, അവരുടെയൊക്കെ സഹായം, അതുപോലെ നമുക്കൊരു ആത്മവിശ്വാസം ലഭിക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ 3ലെ സൂര്യൻ നൽകും. 12ാം ഭാവത്തിലാണ് ചൊവ്വ. അപ്പോൾ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിലൊരു അകൽച്ച വരാം. അതുപോലെ കർമ്മരംഗത്തെ മോശമായ അവസ്ഥയും തൊഴിൽപരമായി നോക്കുമ്പോൾ അത്ര മെച്ചമല്ലാത്ത ഒരു സാഹചര്യവും പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങളും അധിക ചിലവും ധനനഷ്ടവും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2ലെ ബുധൻ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ സഹായ സഹകരണങ്ങളും ധനലാഭവുമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ധനപരമായി അവരിൽ നിന്ന് സഹായവും കുടുംബത്തിൽ സന്തോഷവും പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയുന്ന, അതായത് വാക്കിന് വിലയും ഉറപ്പുമൊക്കെ ഉള്ള ഒരു ആഴ്ച കൂടിയാണ് ഇത്. 11ലെ വ്യാഴം 2ാം ഭാവമായ ചിങ്ങത്തിൽ അംശം ചെയ്ത് നിൽക്കുന്നതും ഈശ്വരകൃപയാൽ കാര്യങ്ങൾ നേർവഴിക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സൂചനയെ കാണിക്കുന്നതാണ്. കുടുംബത്തിലെ സന്തോഷവും സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരവും പല മാർഗത്തിൽ ലാഭവും ഒരു അനുകൂലമായ സ്ഥിതിയും ലഭിക്കുന്നതാണ്. അതുപോലെ തുലാം രാശിയിൽ 4ൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ ഭൗതിക സുഖത്തെയും സുഖസൗകര്യങ്ങളെയും വീട്ടിലുള്ളവരുടെ ഒത്തുചേരലും സഹായവും സ്ത്രീകളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. മാതാവിനും മാതൃവും കുടുംബത്തിലുള്ളവർക്കും സുഖവും സന്തോഷവും ലഭിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ്. അഷ്ടമശനി ദോഷം നിലനിൽക്കുന്നുണ്ട്. 10ൽ മേടത്തിൽ ശനി അംശകം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മദോഷ സൂചനയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നീചകർമ്മ താല്പര്യം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നീചത്തിൽ അംശകം ചെയ്ത് നിൽക്കുമ്പോൾ അത് 10ാം ഭാവത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പല പ്രവർത്തികളും അത് നേരായ വഴിയിലോ അല്ലെങ്കിൽ ശരിയായ മാർഗത്തിലോ ഉള്ളതായിരിക്കണം എന്നൊന്നുമില്ല. ശാസ്താവിന് വഴിപാടും ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുന്നതും ശനിയുടെ ദോഷത്തിന് ഒരു പരിഹാരമാണ്. ഇനി നമുക്ക് ചിങ്ങൻ രാശിക്കൂറിലേക്ക് പോകുമ്പോൾ, ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തരത്തിൻ്റെ 1ാം ഭാഗം, ഇതാണല്ലോ ചിങ്ങൻ രാശി. അപ്പോൾ ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചുള്ളത് സൂര്യൻ 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായും കുടുംബപരമായുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2ലെ സൂര്യൻ കലഹസൂചനയും നൽകുന്നതാണ്. സംസാര രീതിയിൽ പലപ്പോഴും അപാകത വരാം, പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ വരാം, വാക്കിന് വിലയില്ലാത്ത ഒരു സാഹചര്യം വരാം, കുടുംബവുമായിട്ടും സാമ്പത്തികവുമായിട്ടുമൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വരാം. കേന്ദ്ര ത്രികോണ ആധിപത്യമുള്ള ചൊവ്വയാണ് ഇവർക്ക് ഈ ആഴ്ചയിൽ ഏറ്റവും നല്ല ഫലം നൽകുന്നത്. 11ലാണ് വരുന്നത്. അപ്പോൾ കേന്ദ്ര ത്രികോണ ആധിപത്യമുള്ള ചൊവ്വ 11ൽ വരുന്നത് എന്തുകൊണ്ടും ഗുണകരമായ ഒരു സ്ഥാനമാണ്. ഭൂമി സംബന്ധമായ ലാഭം, സഹോദരങ്ങൾ മൂലം പലവിധ ഗുണങ്ങളുണ്ടാകുക, വീട്, വാഹനം മുതലായവ ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാകുക, അതുപോലെ സന്താനങ്ങളിൽ നിന്ന് ധനലാഭം വരിക, കച്ചവട സംബന്ധമായി കാര്യങ്ങൾ നടത്തുന്നവർക്ക്, അത് കച്ചവടം ചെയ്യുന്നവർക്ക്, വാഹന കച്ചവടം, വസ്തു കച്ചവടം, അതുപോലെയൊക്കെ ഉള്ളവർക്ക്, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ളതിൽ നിന്ന്, അതുപോലെ നിർമ്മാണ മേഖലയിൽ കരാർ ജോലി ചെയ്യുന്നവർക്ക്, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം എന്നുള്ള. ചൊവ്വയ്ക്ക് 6ൽ ഉച്ചരാശി അംശവും കൂടി വരുന്നുണ്ട്. അതായത് മകരൻ രാശിയിൽ അംശം ചെയ്തു വരുന്നതും വളരെ നല്ല ഒരു കാര്യമാണ്. ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്ന പറഞ്ഞ വാക്ക് ചില സാഹചര്യത്തിൽ മാറ്റിപ്പറയും. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. സുഹൃത്തുക്കളുമായും ചില കലഹങ്ങളൊക്കെ, ചില അകൽച്ചയൊക്കെ വരാം. സർക്കാർ സംബന്ധമായ കരാർ ജോലിക്ക് നല്ല സമയമല്ല. ബാക്കിയുള്ളതിനൊക്കെ കുഴപ്പമില്ല. 23ാം തീയതി മുതൽ നല്ലതാണ്.
5-ാം ഭാവാധിപനായ വ്യാഴം കർമ്മസ്ഥാനത്ത് ഗുണം ചെയ്യുമെങ്കിലും ആ അഷ്ടമാധിപത്യം കൂടി വരുന്നത് കൊണ്ട് അത്ര മെച്ചമൊന്നും ആയിരിക്കുകയില്ല. പ്രവർത്തന രംഗത്ത് താളപ്പിഴകൾ വരാം. അതുമൂലം സാമ്പത്തികമായി നഷ്ടം വരാനുള്ള സാധ്യതയും ഉണ്ട്. സർക്കാർ സർവീസുകാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാനും അതുപോലെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ വരാം. ശുക്രൻ 2, 3 ഭാവങ്ങളിലായി നിൽക്കുമ്പോൾ 17-ാം തീയതി വരെ നീചരാശിയിലും പിന്നീട് സ്വക്ഷേത്രത്തിലും സഞ്ചരിക്കുക. അപ്പോൾ വസ്ത്രലാഭം ഈ 18-ാം തീയതി മുതൽ വസ്ത്രലാഭം, ആഭരണലാഭം, അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കൾ, സമ്മാനം, പാരിതോഷികം ഇങ്ങനെയൊക്കെ ഉള്ളത് ലഭിക്കാനുള്ള സാഹചര്യം വരും. നല്ല സുഖാനുഭവങ്ങളും സ്ത്രീകളിൽ നിന്നും സ്ത്രീകൾ മൂലവും ഒരുപാട് ലാഭവും ഗുണവുമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ചയാണ്. അതുപോലെ തന്നെ ഭൗതിക സുഖത്തിനും വലിയ കുറവൊന്നും ഉണ്ടാവുകയില്ല. 7-ലെ ശനി മൂലക്ഷേത്രമാണെങ്കിലും 9-ൽ മേടത്തിൽ നീചരാശി അംശകം ചെയ്ത് നിൽക്കുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല. 9-ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ ഭാഗ്യദോഷ സാധ്യതകളും ഈ ആഴ്ച ഉണ്ട്. അവിചാരിതമായി പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. പ്രതീക്ഷിച്ചതുപോലെയുള്ള ഗുണം ലഭിക്കാനും സാധ്യത കുറവാണ്. അതുപോലെ ശിവക്ഷേത്രത്തിലും ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലും ആരാധന നടത്തുകയും വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ദോഷം കുറയാനും ഒരു നല്ല ആഴ്ചയായിട്ട് അനുഭവപ്പെടാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഇനിയും നമുക്ക് കന്നിരാശിയിലേക്ക് പോകുമ്പോൾ, കന്നിരാശി എന്ന് പറയുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിരയുടെ 1, 2 പാദങ്ങൾ, ഇതാണ് കന്നിരാശി. അല്ല, ജന്മത്തിലെ സൂര്യൻ ആരോഗ്യ സംബന്ധമായ പ്രശ്നം ഉണ്ടാക്കും. കർമ്മസ്ഥാനത്ത് ചൊവ്വ വരുന്നത് പുതിയ കർമ്മമേഖലകൾ കണ്ടെത്താനും നിലവിലുള്ളത് ചില മാറ്റം വരുത്തി മുന്നോട്ട് പോകാനുമുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിനായി നല്ലതുപോലെ പ്രയത്നിക്കേണ്ടി വരും. അതിൽ കുറേയൊക്കെ വിജയിച്ചെന്നും വരാം. ബുധൻ 12-ൽ നിൽക്കുന്ന ദിവസമാണ് കൂടുതൽ. അത് ബുദ്ധിപരമായ ന്യൂനതയെയും അധിക ചിലവിനെയും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അത്ര മെച്ചമല്ലാത്ത ഒരു സാഹചര്യത്തെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ബുധൻ 12-ാം ഭാവത്തിൽ വരുമ്പോൾ വിദ്യാഗുണം കുറയും എന്നതാണ്. 23-ാം തീയതി മുതൽ മെച്ചമായിരിക്കും. സാമ്പത്തികമായും അല്ലാതെയും ഉദ്ദേശിക്കാത്ത തരത്തിൽ മെച്ചമുണ്ടാക്കാൻ 23-ാം തീയതി മുതൽ ബുധന് കഴിയും. 9-ലെ വ്യാഴം ധനലാഭവും സുഖവും സാമർഥ്യവും അതുപോലെ സന്താന ഗുണവും ഭാഗ്യവും ഒക്കെ നൽകുന്ന ഒരു കാര്യമാണ്. 17-ാം തീയതിക്ക് ശേഷമുള്ള 2-ലെ ശുക്രൻ സ്വക്ഷേത്രത്തിൽ വരുന്നത് ധനധാന്യ സമൃദ്ധിയും അതുപോലെ അപ്രതീക്ഷിതമായ ധനലാഭവും സുഖവും സ്ത്രീകൾ മൂലം ലാഭവും നല്ല വിവാഹബന്ധവും ഭൗതിക സുഖ സൗകര്യങ്ങളും ഒക്കെ തരുന്ന ഒരു കാര്യമാണ്. 6-ലെ ശനി ശത്രുനാശവും ആരോഗ്യവും കാര്യങ്ങളിൽ ജയവും നേതൃസ്ഥാനവും ലഭിക്കുന്നതാണ്. 7-ലെ രാഹു അത്ര മെച്ചമല്ല. കളത്രത്തിന് ദോഷം വരാൻ സാധ്യതയുള്ള ഒരു ഭാവമാണ് 7-ലെ രാഹു. അതിന് സർപ്പക്ഷേത്രങ്ങളിൽ 100 പാലും കഴിക്കുന്നതും അതുപോലെ അവിടെ ആരാധന നടത്തുന്നതും വഴിപാട് നടത്തുന്നതുമൊക്കെ ദോഷശാന്തിക്ക് നല്ലതാണ്. അത്തരത്തിൽ ഈ ആഴ്ച അവർക്ക് ഗുണമുണ്ടാവുകയും ചെയ്യും. മേടം മുതൽ കന്നി വരെയുള്ള 6 രാശിക്കാരുടെ ഒരാഴ്ചത്തെ വാരഫലമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. അശ്വതി നക്ഷത്രം മുതൽ ചിത്തിര നക്ഷത്രം വരെയുള്ളവരുടെ ഈ ആഴ്ച എങ്ങനെയാണ് എന്നാണ് നിങ്ങളുമായി പങ്കുവച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.